3 നാൾ നീണ്ടു നിൽക്കുന്ന കൂറ്റനാട് ഫെസ്റ്റിന് തുടക്കമായി നാഗലശ്ശേരി, ചാലിശ്ശേരി, തൃത്താല, പട്ടിത്തറ പഞ്ചായത്തുകളിൽ നിന്നുള്ള 20 ഉപകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 1000 പങ്കെടുക്കുന്ന ഘോഷയാത്രയും ഗജസംഗമവും ബാൻഡ് സംഗമവും 11-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10-ന് വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെ ബാൻഡ് സംഗമം ഉണ്ടാകും. 11-ാം തീയതി രാവിലെ 9-ന് കൂറ്റനാട് ടൗണിൽ 20ഓളം ആനകൾ അണിനിരക്കുന്ന ഗജസംഗമവും നടക്കും. ബാൻഡ് വാദ്യവും അരങ്ങേറും. വൈകുന്നേരം 6 മണിക്ക് കൂറ്റനാട് മല റോഡിൽ നിന്ന് ഘോഷയാത്ര പുറപ്പെടും. 20 ഉപകമ്മിറ്റികളുടെ കീഴിൽ 47 ഗജവീരന്മാർ ഘോഷയാത്രയിൽ പങ്കെടുക്കും. 7:30-ക്ക് തൃത്താല റോഡിൽ പാടത്ത് ഗജസംഗമം നടക്കും. കൂറ്റനാട് ഫെസ്റ്റ് സുരക്ഷയുടെ ഭാഗമായി 1.5 കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് KV ഗഫൂർ ന്യൂ ബസാർ, സെക്രട്ടറി AV ഫൈസൽ കൂറ്റനാട്, ട്രഷറർ രവി കുന്നത്ത്, വൈസ് പ്രസിഡന്റ് PC അജയൻ, ജോയിന്റ് സെക്രട്ടറി PA അബ്ദുൽ ഹമീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ വർഷത്തെ കൂറ്റനാട് ദേശീയോത്സവം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇന്നു മുതൽ ആരംഭിച്ച് 11-ാം തീയതി രാത്രി 10 മണിയോട് കൂടി ഗജസംഗമവും ബാൻഡ് സംഗമത്തോടു കൂടി അവസാനിക്കും. രാത്രി 10 മണിക്ക്. നാളെ വൈകിട്ട് 6 മണി മുതൽ രാത്രി 10 മണി വരെ ബാൻഡ് സംഗമം കൂറ്റനാടും ന്യൂ ബസാറിലും പരിസര പ്രദേശങ്ങളും വെച്ച് നടക്കുന്നുണ്ട്. അതുകൂടാതെ നാളെ 11-ാം തീയതി കാലത്ത് രാവിലെ 9 മണി മുതൽ കൂറ്റനാട് സെൻട്രൽ വെച്ച് ഗജസംഗമവും ബാൻഡ് സംഗമവും എന്തൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്രാവശ്യം നമ്മുടെ ഗുരുവായൂർ റോട്ടിൽ അവിടെ റോഡ് പണിയുടെ ഒരു സാങ്കേതിക തടസ്സം കാരണം നമ്മുടെ ഈ ഒരു വർഷത്തെ ഘോഷയാത്ര നമ്മുടെ മല റോഡ് ഇപ്പുറത്ത് EMS നഗറിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇവിടുന്നുള്ള എല്ലാ പ്രാദേശികമായിട്ടുള്ള ടീമുകളും അവിടെ ഒത്തുകൂടി അവിടുന്ന് ഒരു ഘോഷയാത്ര രീതിയിൽ വന്ന് നമ്മുടെ തൃത്താല റോഡിലുള്ള പാടത്താണ് നടക്കും. അതിന് നമ്മൾ ആ ഒരു ദിവസത്തിനും മൊത്തം 5 ദിവസത്തിന് നമ്മൾ ഏകദേശം 1.5 കോടി രൂപയുടെ ഇൻഷുറൻസിന് പോളിസി എടുത്തിട്ടുണ്ട്.